ഹാളിനകത്തോട്ട് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം ആരംഭിക്കുകയാണ്. വിജയിച്ച സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കന്മാരും എല്ലാവരും തന്നെ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം. ഇന്നെല്ലാവരും നമ്പർ തന്നിട്ട് പോകല്ലോ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 13-ാം 80-ാം വകുപ്പിലും 1995 കേരള പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ചട്ടങ്ങളിലെ 52-ാം ചട്ടത്തിലും ഉൾക്കൊള്ളുന്ന വ്യവസ്ഥകൾ പ്രകാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുകയാണ്. ചട്ടമനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന അംഗമായ ശ്രീ സുദേവനെ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളു. പഞ്ചായത്തിലെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗമായ കെ സുദേവൻ CPM നോമിനിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സുദേവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. CPM-ലെ വിട്ടുവഴിയിൽ നിന്ന് വിജയിച്ച കെ സുദേവനാണ് ചടങ്ങിൽ പങ്കെടുത്തത്. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിനായി മുതിർന്ന അംഗമായ ശ്രീ സുദേവനെ ക്ഷണിച്ചു. അടുത്തതായി 1-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ വി വിനോദ് കുമാർ. തിരുവനന്തപുരം 1-ാം വാർഡിന്റെ വി വിനോദ് കുമാറാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. G60 ചടയമംഗലം പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വി വിനോദ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.
അടുത്തതായി സലീന ബീഗം. സലീന ബീഗം വെള്ളൂപ്പാറ വാർഡിൽ നിന്നാണ് വിജയിച്ചത്. 282 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വെള്ളൂപ്പാറയിൽ LDF വേണ്ടി സലീന വിജയിച്ചത്. സലീന ബീഗം സത്യപ്രതിജ്ഞ ചെയ്യും. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സലീന ബീഗം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇടക്കോട് വാർഡിൽ നിന്നും അജയ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥികളൊന്നാണ് ജി അജയൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജി അജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജി അജയൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മാടന്നട വാർഡ് ഗീതാകുമാരി. BJPയുടെ സിറ്റിംഗ് വാർഡായ മാടന്നട വാർഡ് പിടിച്ചെടുത്ത LDF സ്ഥാനാർത്ഥിയാണ് സഖാവ് ഗീതാകുമാരി. ഗീതാകുമാരി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാകുമാരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഗീതാകുമാരിയാണ് ദൃഢപ്രതിജ്ഞ ചെയ്യുക. മാടന്നട വാർഡിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥിയാണ്. പൂങ്കോട് കുങ്കോട് ഡി രഞ്ജിത്ത് 3-ാം തവണയാണ് ചടയമംഗലത്തിന്റെ ജനപ്രതിനിധിയായി മാറുന്നത്. ജനകീയ പരിവേഷവുമായിട്ടാണ് ഇദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഡി രഞ്ജിത്ത് അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പൂങ്കോട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഡി രഞ്ജിത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അക്കോണം വാർഡ് ശ്യാംരാജ്. അക്കോണം വാർഡിൽ നിന്നും വിജയിച്ച ശ്യാംരാജ് 2-ാം തവണയാണ് ചടയമംഗലം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. 18 വോട്ടുകൾക്കാണ് ശ്യാംരാജ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് നോമിനിയാണ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ അക്കോണം വാർഡിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്യാംരാജ് നിയമാനുസരണമായി നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വര നാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.
ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. മണ്ണാമ്പറമ്പ് വാർഡ് ദിവ്യ എൻ. ദിവ്യ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ദിവ്യ മണ്ണാമ്പറമ്പ് വാർഡിൽ LDF സ്ഥാനാർത്ഥിയായിരുന്നു. വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ദിവ്യ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക്. G60 ചടയമംഗലം. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മണ്ണാമ്പറമ്പ് വാർഡിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവ്യ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ടൗൺ വാർഡ് നിഷ ഷമീർ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. UDF നോമിനിയായിരുന്നു. നിഷ ഷമീർ 321 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വാർഡ് പിടിച്ചെടുക്കുന്നത്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിഷ ഷമീർ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കണ്ണങ്കോട് വാർഡ് മുരഹരി. BJPയുടെ ഏക സീറ്റുകളിലൊന്നായ കണ്ണങ്കോട് വാർഡിലാണ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ കൂടിയായ മുരഹരി മത്സരിച്ചത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട് വാർഡിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മുരഹരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചടയമംഗലം വാർഡ് സനൽകുമാർ. ടൗൺ വാർഡിൽ മത്സരിച്ച DYFI നേതാവാണ് സനൽകുമാർ. 321 വോട്ടുകൾക്ക് അപ്പുറം വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ചടയമംഗലം വാർഡ്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചടയമംഗലം 10ാം വാർഡിൽ ചടയമംഗലം പഞ്ചായത്തിന്റെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട S. സനൽകുമാർ എന്ന ഞാൻ നിയമാനുസരണവും നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടും പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കുരിയോട് വാർഡ് താര. കുരിയോട് വാർഡിൽ നിന്നും ജനവിധി നേടിയ താര. കുരിയോട് വാർഡിൽ നിന്നാണ് താര. 2ാം തവണയാണ് ജനപ്രതിനിധിയാകുന്നത്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുരിയോട് വാർഡിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട താരാജി എന്ന ഞാൻ നിയമാനുസരണവും നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയെ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വാസത്തോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും
പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വിക്ടോറിയ വാർഡ് എസ് ശ്യാമളാദേവി. വിക്ടോറിയ വാർഡിൽ മത്സരിച്ച എസ് ശ്യാമളാദേവി രണ്ടാം തവണയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാകുന്നത്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ച ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ വെട്ടുവഴി വാർഡിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് ശ്യാമളാദേവി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ശ്യാമളാദേവി രണ്ടാം തവണയാണ് കലയം വാർഡ് ഷക്കീറ നസീർ. കലയം വാർഡിലെ ജനപ്രതിയായി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഷക്കീറ ബീബി 68 വോട്ടുകൾക്കാണ് വിജയിച്ചത്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കലയം വാർഡിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷഹീറ നസീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഷഹീറ ബീബിയാണ് കലയത്തിന്റെ പ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. മുലങ്കോട് വാർഡിന്റെ ജനപ്രതിയായി ആദ്യമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ശ്രീജ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീജ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുലങ്കോട് വാർഡിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീജയാണ് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ജെ പത്മകുമാർ. കനത്ത ചടയമംഗലം പഞ്ചായത്ത് ഉറ്റുനോക്കിയ കടുത്ത പോരാട്ടം. ആ പോരാട്ടത്തിൽ പോരാട്ടത്തിന്റെ ജനനായകനായി ജെ പത്മകുമാർ കടന്നു വന്നിരിക്കുന്നു. പത്മകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. G60 ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പൂരേടം വാർഡിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജെ പത്മകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരയായ മിനിസ്റ്റർ ശ്രീമതി ജെ ചിഞ്ചറാണി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിസ്റ്ററെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ,
തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ചടങ്ങ് വീക്ഷിക്കുവാൻ എത്തിച്ചേർന്ന പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ടവരെ, പ്രിയങ്കരായ പത്ര പ്രതിനിധികളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇന്ന് കേരളത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്തുകളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിക്കുകയാണ്. ഇന്ന് ഏകദേശം 10 മണിക്ക് തന്നെ എല്ലായിടവും ഒരേ സമയത്ത് തന്നെ തുടങ്ങത്തക്ക നിലയിലാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശവും വന്നിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും വന്നിരിക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് അനുസരിച്ച് തന്നെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് പദ്ധതി വിഹിതത്തിന്റെ 40% ഫണ്ടുകൾ താഴെത്തട്ടിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം തനത് ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഗവൺമെന്റ് പദ്ധതികളും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒക്കെ തന്നെ പദ്ധതി വിഹിതവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല വികസനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും. അങ്ങനെ നടപ്പിലാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അങ്ങനെ പറയുവാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും വികസനം കൊണ്ടെത്തിച്ച ഒരു ഗ്രാമപഞ്ചായത്ത്, ആ വികസനത്തിന്റെ ഒരു പ്രതിഫലനം നമുക്ക് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കിട്ടി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഇനിയും എത്തിച്ചേരേണ്ടുന്ന ആവശ്യകതയുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളാണ് നമുക്ക് കൂടുതലും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഓരോ വിഷയങ്ങളും പഠിച്ചുകൊണ്ട്, അതെല്ലാം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഉൾപ്പെടെ അവർക്ക് ട്രെയിനിങ് ഉൾപ്പെടെ നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവരെല്ലാം ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അവരുടെ അവരുടെ ഉത്തരവാദിത്വം എന്നുള്ളത് നല്ലതുപോലെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന 5 വർഷക്കാലം ശക്തമായ നിലയിൽ ഈ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുവാൻ കഴിയത്തക്ക നിലയിലുള്ള ജനപ്രതിനിധികളെയാണ് ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്വം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അവർ നിർവഹിക്കും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ നേരുന്നതിന് വേണ്ടി CPIM-ന്റെ മുതിർന്ന നേതാവ് ആദരണീയനായ സഖാവ് D. രാജപ്പൻ നായരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുറത്തുള്ളവർക്ക് ഈ അഭിവാദ്യ പ്രസംഗത്തിനുള്ള അവകാശമില്ലെന്നാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമായിരിക്കും. എന്നാലും എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് 2 വാക്കുകൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ 2 വാക്കുകൾ മാത്രം പറയുകയാണ്. ഇപ്പോൾ നടന്ന ക്ഷേത്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16
ഞാൻ ചിന്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വിവിധ മുന്നണികൾ, പാർട്ടികൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മാതിരി യാതൊരു തരത്തിലുള്ള വിവേചനവും കൂടാതെ ഈ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഭാവി വികസന കാര്യങ്ങൾക്ക് ഓരോരുത്തരുടെയും അർപ്പിതമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം ഇവിടെ കൃത്യമായി വരുന്ന 5 വർഷക്കാലവും ആ നാടിൻ്റെയും ജനങ്ങളുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ പൊതു താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് കരുതുകയാണ്. നമ്മുടെ 5 വർഷക്കാലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ചെയ്യാറുണ്ട്. പാതി വഴിക്ക് നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മളുണ്ടായിരുന്നു. അതെല്ലാം എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്നതാണ് എന്ന അർത്ഥത്തിലല്ല. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളുടെ പൂർത്തീകരണം നമ്മുടെ പഞ്ചായത്ത് ഭാവിയിൽ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കെല്ലാം വളരെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 16 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിൽ ആശംസകൾ നൽകുന്നതിന് വേണ്ടി CPIയുടെ ചെറിയമംഗലത്തെ മുതിർന്ന നേതാവ് ചെറിയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എങ്ങനെ ആയിരിക്കണം എന്ന് മുൻകാലങ്ങളിൽ നമുക്ക് കാട്ടിത്തന്ന നമ്മുടെ പ്രിയങ്കരനായ സഖാവ് A. മുസ്തഫയെ ക്ഷണിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ പ്രാദേശിക സർക്കാർ എന്ന നിലയിലാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ നിയമങ്ങളില്ല, വിഭവങ്ങളില്ല. ദുർബല ജനവിഭാഗങ്ങളുടേതായിട്ടുള്ള പ്രാതിനിധ്യം ആ ഭരണത്തിലില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് അനുഭവിച്ചിരുന്നു എന്നിടത്ത് നിന്നുകൊണ്ടാണ്, ഞാൻ ചുരുക്കുകയാണ്, 1994 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളോടുകൂടി 11ാമത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തി ഇന്ന് നാം അതിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1960 കേരളത്തിൽ ആക്ട് നിലവിൽ വന്നു. 1962 ആയപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ നിലവിൽ വന്നു. 63 അവസാനം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി. 1/1/1964 നിലവിൽ വന്ന ഭരണസമിതിയുടെ കാലാവധി 16 വർഷക്കാലം. ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല, മുന്നോട്ട് പോയി. ചരിത്രങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും
ഏതാണ്ട് 23,753 പ്രതിനിധികളെ ഈ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരവും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1996 ഓഗസ്റ്റ് മാസം 17-ാം തീയതി പൊന്നിൻ ചിങ്ങമാസ പുലരിയിലാണ് ഈ അധികാര വികേന്ദ്രീകരണവും വികേന്ദ്രീകൃത തലത്തിലുള്ള ഇന്നത്തെ ഈ ആസൂത്രണ പ്രക്രിയകളും ഏറ്റെടുക്കുവാനും നടപ്പാക്കുവാനും നമുക്ക് ഭാഗ്യം വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള 7ാമത്തെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിച്ച് കടന്നു വന്നിവിടെ സത്യപ്രതിജ്ഞ ചെയ്ത ഈ ഭരണകർത്താക്കളെ സംബന്ധിക്കുന്നിടത്തോളം അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മൾ കേട്ടതാണ്. ആ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്ക് പ്രസംഗിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റെസ്പെക്ടഡ് ഹോണറബിൾ മിനിസ്റ്റർ, റിട്ടേണിംഗ് ഓഫീസർ, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സജീവ നേതാക്കന്മാർ, പ്രവർത്തകർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 16 മെമ്പർമാർ ജനസേവനം നടത്തുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ദീർഘമായി സംസാരിക്കുന്നതിനുള്ള ഒരു വേദിയല്ലത്. ഇന്ത്യൻ ഭരണഘടനയും പഞ്ചായത്ത് രാജും അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ നാടിന്റെ വികസനത്തിലും വികാസത്തിലുമൊക്കെ പരിപൂർണമായും ഉത്തരവാദിത്വം വഹിക്കേണ്ടവർ തന്നെയാണ് നിങ്ങളേവരും. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തില് പരമാവധി ശ്രദ്ധിക്കാനുള്ള ഒരു വഴിത്തിരിവായി ഇത്തരത്തിലുള്ള വേദിയെ നാം കാണേണ്ടതാണ്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ആ സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതിനാവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അതോടൊപ്പം തന്നെ വളരെ ആകർഷണീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പരിപൂർണമായും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട്. ചടയമംഗലത്തിന് രാഷ്ട്രീയമായി സംഘർഷങ്ങളോ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഒരവസരത്തിലും പ്രകടിപ്പിക്കാറില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെയും അതിന്റെ സജീവ പ്രവർത്തകരുടെയും ഒരു മേന്മയായി വ്യക്തിപരമായി ഞാൻ കണ്ടുകൊള്ളട്ടെ. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസങ്ങളും ആ കാര്യത്തിൽ ഉണ്ടാകരുതെന്നും വികസനം മുന്നിൽ കണ്ടുകൊണ്ട്, അഭിവൃദ്ധി മുന്നിൽ കണ്ടുകൊണ്ട്, ഉയർച്ച മുന്നിൽ കണ്ടുകൊണ്ട് പരിപൂർണമായും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ 16 മെമ്പർമാരും പ്രവർത്തിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബിജെപിയുടെ മണ്ഡലം നേതാവ് ശ്രീമാൻ മഞ്ചേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ ജനപ്രതിനിധികൾ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളിലും വികസനം എത്തിക്കണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി, സേവനം എത്തിക്കണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി അവരുടെ പ്രവർത്തനം നടത്തും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന ശൈലിയായി പോയതായിരിക്കാം. സഖാക്കളെ എന്ന വിഭജനം ചെയ്തു എന്ന് ഇവിടെ ചിലർ സൂചിപ്പിച്ചു. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ജനപ്രതിനിധികൾ അവരെല്ലാവരുടേതുമാണ്. അവർ
അവർക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ ഇല്ല എന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് ഒരു ഇരിപ്പിടമില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരും വളരെ ശ്രദ്ധിക്കണമെന്ന് ഈ അഭിപ്രായത്തിൽ ഒന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തീകരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്നുകൂടി ഈ വേളയിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. പ്രിയമുള്ളവരെ, സമയപരിമിതിയുണ്ട്. അതുപോലെ തന്നെ സാർ പറഞ്ഞു ഇങ്ങനെ എല്ലാവരെയും നമുക്ക് പറ്റത്തില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കോമണായി ആർക്കെങ്കിലും അങ്ങനെ ഈ സമിതിയെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടെങ്കിൽ വരണം. ശ്രീ കബീർ ചുരുങ്ങിയ വാചകൻ. ബഹുമാനപ്പെട്ട ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് നിവാസികളെ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ, വിശിഷ്ട വ്യക്തികൾ, മറ്റ് സഹോദരീ സഹോദരന്മാരെ, ഇന്നിവിടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്നുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ 16 മെമ്പർമാരും ഒരേ മനസ്സോടെ ചടയമംഗലത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മികവാർന്ന പഞ്ചായത്തായി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും അവസാനിപ്പിക്കുന്നു. ബഹുമാനീയ നമ്മുടെ ഇലക്ഷന്റെ ചുമതലക്കാരൻ, നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ സെക്രട്ടറി, വേദിയിലുള്ള ആദരണീയരായ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, നിരവധി മുൻ അധ്യക്ഷന്മാരടക്കം പലരും പങ്കെടുത്തിട്ടുള്ള മഹനീയമായ ഒരു സദസ്സാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയപരിമിതി കൊണ്ട് നമുക്കിത് നിർത്തേണ്ടതുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഈ ഭരണസമിതിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്താകേണ്ടുന്ന വിവിധ മേഖലകളിൽ നിന്നും വന്ന പ്രിയമുള്ള സമുദായങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങൾക്ക് ഈ 16 ആളുകൾ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന 16 ആളുകൾക്കും അങ്ങേയറ്റം സത്യസന്ധമായി പ്രവർത്തിക്കുന്നതിനുള്ള പ്രചോദനം ആവണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഈ ജനപ്രതിനിധികൾക്ക് വേണ്ടി അങ്ങേയറ്റം സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 16 ജനപ്രതിനിധികളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഭരണസമിതി നിലവിൽ വന്നിരിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ ആദ്യ യോഗം ഈ ഹാളിൽ ചേരുന്നതാണ്. മുഴുവൻ ജനപ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളും അതിൽ പങ്കെടുക്കണമെന്ന് കൂടി അറിയിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ യോഗത്തിലേക്ക് ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്.